രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ് ലിമിറ്റഡ്. APL അപ്പോളോ ട്യൂബ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. ദീർഘകാലം അണ്ടർ പെർഫോം ചെയ്തതിനു ശേഷം കഴിഞ്ഞ 2 മാസമായി സ്റ്റോക്കിൽ റിക്കവറിയുടെ സൈൻ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1620 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. APL അപ്പോളോ ട്യൂബ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോഴും കമ്പനിയുടെ എൻ്റയർ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാലും ഏറ്റവും മികച്ച ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നുള്ള ബിസിനസ് അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഉയർന്നത്. APL അപ്പോളോ ട്യൂബിൻ്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 ബിസിനസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ കമ്പനിയുടെ സെയിൽസ് വോളിയം 7.58 ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 അതായത് കഴിഞ്ഞ Q1 സെയിൽസ് 7.21 ലക്ഷം ടണ്ണായിരുന്നു. അവിടെ നിന്നും 7.58 ലക്ഷം ടണ്ണിലേക്ക് Q2 സെയിൽസ് ഉയർന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 6.74 ലക്ഷം ടണ്ണിൽ നിന്നും 7.58 ലക്ഷം ടണ്ണിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത്. ഇനി ഹാഫ് ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഹാഫ് ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷത്തെ ഹാഫ് ഇയറിൽ സെയിൽസിൽ 11% വർധനവുണ്ടായി. 14.79 ലക്ഷം ടണ്ണിൻ്റെ സെയിൽസാണ് കമ്പനി നടത്തിയത്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് മികച്ചതായതുകൊണ്ട് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. സ്റ്റോക്ക് 1620 ട്രേഡ് ചെയ്യുന്നു. 1700, 1725, 1750 തുടങ്ങിയ 3 റെസിസ്റ്റൻസുകളാണ് സ്റ്റോക്കിനുള്ളത്. 1500 സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്ക് ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 1750 രൂപയുടെ റെസിസ്റ്റൻസും 1300 രൂപയുടെ സപ്പോർട്ടുമാണ്. പല പ്രാവശ്യം സ്റ്റോക്ക് 1750 നിന്നും കറക്റ്റായി അതിനുശേഷം 1300 സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും 1300 നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ വരികയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ 1620 ട്രേഡ് ചെയ്യുന്നു. 1500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1700, 1750 പോലുള്ള ടാർഗറ്റുകൾ ചേസ് ചെയ്യാവുന്നതാണ്. 1750 മുകളിൽ ബ്രേക്കൗട്ട് വരാനും സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 2000 എന്ന ലെവൽ വരെ ഉയർന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ടാറ്റ മോട്ടോർ 0.85% ഇടിഞ്ഞ് 966 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 8.3, ഡിവിഡൻഡ് yield 0.31%. 52 വീക്കിലോ 608, 52 വീക്ക് ഹൈ 1179. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് 12%-ലേറെ കറക്റ്റായി. ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ 22% പോസിറ്റീവ് റിട്ടേണും കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ 55%-നടുത്ത് പോസിറ്റീവ് റിട്ടേണുമാണ് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുക. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെപ്റ്റംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പുറത്തു വന്നു. സെപ്റ്റംബർ മാസത്തെ ഡൊമസ്റ്റിക് പ്ലസ് ഇൻ്റർനാഷണൽ സെയിൽസ് ഇടിഞ്ഞതാണ് ടാറ്റ മോട്ടോർ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷം 2,43,024 യൂണിറ്റ് സെൽ ചെയ്തെടുത്ത് ഇപ്പോൾ 2,15,034 യൂണിറ്റ് മാത്രമേ ടാറ്റ മോട്ടോഴ്സിന് സെൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോഴും സെയിൽസിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ ബേസിസിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 19% ഇടിയുകയും പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് 6% ഇടിയുകയും ചെയ്തു. 1 ലക്ഷം യൂണിറ്റ് കഴിഞ്ഞ വർഷം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ 84,281 യൂണിറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാത്രമാണ് സെയിൽസ് ചെയ്യാൻ സാധിച്ചത്. ഇനി സെപ്റ്റംബർ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെപ്റ്റംബർ മാസത്തെ പെർഫോമൻസും മോശമായി. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് 2023 സെപ്റ്റംബർ മാസത്തിൽ 39,064 യൂണിറ്റ് ആയിരുന്നു വിറ്റത്. അതിപ്പോൾ 30,032 യൂണിറ്റായി കുറഞ്ഞു. പാസഞ്ചർ വെഹിക്കിൾസ് 45,317 യൂണിറ്റ് വിറ്റെടുത്ത് 41,311 യൂണിറ്റായി കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വെഹിക്കിൾ സെയിൽസ് കഴിഞ്ഞ വർഷം 84,381 യൂണിറ്റ് ആയിരുന്നു. അതിപ്പോൾ 71,345 ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ 15% സെയിൽസ് ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. ഇനി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 23% സെയിൽസ് ഡ്രോപ്പ് 2023 സെപ്റ്റംബറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും.
നമൂറ പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മോശമായ സെയിൽസ് ഡേറ്റയാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. നമൂറ 85,500 യൂണിറ്റ് ടോട്ടൽ വെഹിക്കിൾ സെയിൽസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് 71,345 യൂണിറ്റ് സെയിൽസ് മാത്രമാണ് ടാറ്റ മോട്ടോഴ്സിന് ചെയ്യാൻ സാധിച്ചത്. മോത്തിലാൽ ഒസ്വാളിൻ്റെ പ്രതീക്ഷ 82,432 യൂണിറ്റ് വെഹിക്കിൾ ടാറ്റ മോട്ടോർ വിറ്റഴിക്കും എന്നായിരുന്നു. എസ് സെക്യൂരിറ്റീസിൻ്റെ പ്രതീക്ഷ 78,300 യൂണിറ്റ് വെഹിക്കിൾസ് ടാറ്റ മോട്ടോർ വിറ്റഴിക്കുമെന്നായിരുന്നു. ഈ പ്രതീക്ഷകളെല്ലാം മിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെയിൽസ് ഡേറ്റയാണ് ടാറ്റ മോട്ടോർ പുറത്തുവിട്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെസ്റ്റീവ് സീസൺ വരാൻ പോവുകയാണ്. ഫെസ്റ്റീവ് സീസണിനോടനുബന്ധിച്ച് കൺസപ്ഷനും സെയിൽസും വർദ്ധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് വ്യൂ ആണ് മാനേജ്മെൻറ്റ് വെച്ച് പുലർത്തുന്നത്. 965 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിന് 950 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 950 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 900 വരെ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. 900 കഴിഞ്ഞാൽ പിന്നീട് ഓരോ 100 പോയിൻ്റ് ഡൗൺ സൈഡിനും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. 1000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. 1000 എന്ന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കുന്നതായിരിക്കും ഉത്തമം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്